ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാർക്ക് പല ആവർത്തി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു തവണ പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും അവർ ഭയപ്പെടുക. അതിന് കാരണം അവർ ചിന്തിക്കുന്നത് ഒരു ഭൂതത്തെയാണെന്നാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മരണത്തെക്കുറിച്ച് ഉത്ഥാനത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ കുരിശുമരണത്തോടു കൂടി ഈ ശിഷ്യന്മാരെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി. അതിനപ്പുറത്തേക്ക് ഒരു ക്രിസ്തു ഇല്ല. അതുകൊണ്ടാണ് ഉത്ഥിതനായിട്ട് ക്രിസ്തു വന്നപ്പോഴും അവർ ഭൂതമാണെന്ന് കരുതി അവര് വിഷമിക്കുക, അല്ലെങ്കിൽ ഭയപ്പെടുക. അവരോട് ക്രിസ്തു പറയുന്ന ഇപ്രകാരമാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 24 അധ്യായം 38 തിരുവചനം. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? ക്രിസ്തുവിക്ക് എന്തിനാ ഈ അസ്വസ്ഥത? എന്തിനാ ഇങ്ങനെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നത്? അതൊരു വിശ്വാസരാഹിത്യത്തെ കുറിച്ച് പറയുക. അത് ക്രിസ്തുവിന്റെ വചനത്തെ വേണ്ട രീതിയിൽ ധ്യാനിക്കാത്തതിനെ കുറിച്ചും മനസ്സിലാക്കാത്തതിനെ കുറിച്ച് പറയുക. ചിലപ്പോൾ നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ടും അവൻ അത് തന്നെ പറയും. നിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം, നിന്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരുന്നതിന് കാരണം നീ വചനം ശരിക്കും മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. നീ ക്രിസ്തുവിന്റെ പഠനങ്ങൾ ശരിക്കും മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. പ്രിയ സഹോദര സഹോദരി, ക്രിസ്തുവിലേക്ക് ആഴത്തിൽ നാം ഇറങ്ങേണ്ടിയിരിക്കുന്നു. നിനക്കതിന് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ വ്യക്തി നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനങ്ങൾ മനസ്സിലാക്കുവാനായിട്ട്, അതിന്റെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് വ്യക്തി നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകളും നന്മകളും എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.